എറണാകുളം കോതമംഗലത്ത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കിണറ്റിൽ വീണ 2 കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. വിശദാംശങ്ങളുമായി അർച്ചനയുണ്ട്. അർച്ചന, കോതമംഗലത്താണ് ഇത്തരത്തിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സിന്ധൂരി, കോതമംഗലത്ത് കാട്ടാനകളുടെയും അതുപോലെ കാട്ടുപന്നികളുടെയും ശല്യം വളരെ രൂക്ഷമാണ്. അതിനിടെയാണ് ഇന്ന് രാവിലെയോടെ ഇത്തരത്തിൽ 2 കാട്ടുപന്നികൾ കിണറ്റിൽ വീണ നിലയിൽ നാട്ടുകാർ കണ്ടത്. തുടർന്ന് നാട്ടുകാർ തന്നെ ഇത്തരത്തിൽ ഈ പഞ്ചായത്തിനെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ 2 കൂറ്റൻ കാട്ടുപന്നികളെയും വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് അതിന് നിർദ്ദേശം നൽകുകയും ചെയ്തത്. തുടർന്ന് ഇതിനായി, അതായത് ഷൂട്ട് ചെയ്യുന്നതിനായി പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത വ്യക്തി തന്നെ ഈ 2 കാട്ടുപന്നികളെയും വെടിവെച്ചു കൊല്ലുകയായിരുന്നു. അവിടുത്തെ, അതായത് കോട്ടപ്പടി പഞ്ചായത്തിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിലാണ് ഈ 2 കൂറ്റൻ കാട്ടുപന്നികൾ വീണത്. എന്തായാലും അവിടെ വലിയ രീതിയിൽ ഇത്തരത്തിൽ കാട്ടാനകളും കാട്ടുപന്നികളും ശല്യം കൂടുതലാണ്. അതുകൊണ്ട് ആദ്യമായാണ് ഇത്തരത്തിൽ കാട്ടുപന്നികളെ വെടിവെച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അർച്ചന, ഈ പ്രദേശത്ത് കാട്ടുമൃഗങ്ങളുടെ ഭീഷണിയുള്ള ഇടമാണോ? കാട്ടുപന്നി മാത്രമല്ല, കാട്ടാനകളും മറ്റും ഇറങ്ങുന്ന പ്രദേശമാണോ ഇപ്പോൾ ഇങ്ങനെ കാട്ടുപന്നി കിണറ്റിൽ വീണിരിക്കുന്ന ഈ സ്ഥലം? തീർച്ചയായും കോതമംഗലം ഭാഗത്തെ പ്രധാനപ്പെട്ട ഏരിയകളുള്ള ഇത്തരത്തിൽ കാട്ടാനകളും കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായ സ്ഥലങ്ങളാണ്. അതിനിടെ ഇത്തരത്തിൽ വേനൽച്ചൂട് കൂടെ കടുത്തതോടെ കാട്ടാനകളെല്ലാം തന്നെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയാണ് ഈ 2 കാട്ടുപന്നികൾ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ഈ 2 രാവിലെയാണ് നാട്ടുകാർ അത് കാണുകയും ചെയ്തത്. തുടർന്ന് ഉടൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തുകയും തുടർന്ന് ഇത്തരത്തിൽ വെടിവെക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. ശരി, വ്യക്തമാണ് അർച്ചന. എറണാകുളം കോതമംഗലത്താണ് കിണറ്റിൽ വീണ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. കോട്ടപ്പടി പ്ലാമൂടിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് കാട്ടുപന്നികൾ വീണത്. അർച്ചനയാണ് വിശദാംശങ്ങൾ നൽകിയത്.